വികാരവായ്പോടുകൂടെ കർത്താവിൻ്റെ പീഡാനുഭവവും കർത്താവിൻ്റെ രക്ഷാകരമായ മരണവും ലോകത്തോട് ക്രൈസ്തവൻ വിളിച്ചു പറയുന്ന ദിവസമാണ് ദുഃഖവെള്ളിയാഴ്ച. ദുഃഖവെള്ളിയാഴ്ച പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ്. നിങ്ങൾക്കറിയാം, ഇസ്രായേൽ ജനം ആരംഭിക്കുന്നത് അബ്രഹാമിൽ നിന്നാണ്. ലോകത്തിലെ പ്രധാനപ്പെട്ട 3 മതങ്ങൾ അബ്രഹാമിൽ നിന്ന് ആരംഭിക്കുന്നതാണ്. ക്രൈസ്തവരെ പോലെ തന്നെ യഹൂദരും, അതുപോലെ തന്നെ ഇസ്ലാമിക വിശ്വാസക്കാരും. അബ്രഹാം ലോകത്തിൻ്റെ പൊതുപിതാവാണ്. പക്ഷെ അബ്രഹാമിനെ ദൈവം പരിശോധിച്ചു, അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചു. സാറായ്ക്ക് മക്കളില്ലായിരുന്നു, സാറ വന്ധ്യയായിരുന്നു. അബ്രഹാമിനോട് ദൈവം വിളിച്ചപ്പോൾ കൊടുത്ത വാക്ക്, നിന്നിൽ നിന്ന് ആകാശത്തിലെ നക്ഷത്രങ്ങൾക്കും കടൽ തീരത്തെ മണൽത്തരികൾക്കും സംഖ്യ നിർണയിക്കാൻ പറ്റാത്ത വിധത്തിൽ അത്ഭുതകരമായിട്ട് മക്കളെ നൽകുമെന്നാണ്. അബ്രഹാമിൻ്റെ സാറായുടെ ജീവിതത്തിൻ്റെ വാർദ്ധക്യകാലത്താണ് ദൈവം വാക്കുപാലിച്ചത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് മാനുഷികമായിട്ട് അസാധ്യമായ ഒരു കാലാവസ്ഥയിലെ അബ്രഹാമിൽ നിന്ന് സാറ ഗർഭം ധരിച്ചു. അതുകൊണ്ട് ഇസഹാക്ക് വാഗ്ദാനത്തിൻ്റെ പുത്രനാണ്. അബ്രഹാമിന് ദൈവം കൊടുത്ത ഈ വലിയ അത്ഭുതകരമായ നന്മ അബ്രഹാമിനെ എന്തുമാത്രം സന്തോഷിപ്പിച്ചുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നിങ്ങൾ മനസ്സുകൊണ്ട് വെറുതെ ചിന്തിച്ചാൽ മാത്രം നിങ്ങൾക്കത് മനസ്സിലാകും. മക്കളില്ലാത്തവർക്ക് വാർദ്ധക്യകാലത്ത് അത്ഭുതകരമായിട്ട് ദൈവം ഇടപെട്ട് മക്കളെ കൊടുത്തൊരനുഭവം. ഇസഹാക്ക് പ്രായപൂർത്തിയായപ്പോൾ അബ്രഹാമിൽ നിന്ന് ദൈവം ഒരു വലിയ സമ്മാനം തിരിച്ചു ചോദിച്ചു. നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിന്റെ പ്രിയപുത്രൻ ഇസഹാക്കിനെ മോറിയ മലയിൽ നീ എനിക്ക് ബലിയായി അർപ്പിക്കണം. സാറ അസ്വസ്ഥയായി, കുടുംബം മുഴുവൻ നിരാശയായി. കേട്ടവർ പറഞ്ഞു പാടില്ല എന്ന്. അബ്രഹാം പറഞ്ഞു, എനിക്ക് കുഞ്ഞിനെ തന്നത് തമ്പുരാനാണ്, എൻ്റെ കുഞ്ഞിനെ തിരിച്ചു ചോദിച്ച തമ്പുരാനെ ഞാൻ കൊടുക്കും. അബ്രഹാം കുഞ്ഞിനെയും കൊണ്ട് മോറിയ മലയിലേക്ക് നടത്തുന്ന യാത്ര ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ വികാരനിർഭരമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊച്ചു ചോദിക്കുന്നുണ്ട്, അപ്പ ബലിമൃഗം എവിടെയാണ്? കത്തിയുണ്ട്, വിറകുണ്ട്, പക്ഷെ ബലിമൃഗം എവിടെയാണ്? അബ്രഹാം കുഞ്ഞിൻ്റെ
ചോദ്യത്തിന് കണ്ടമിറിക്കൊണ്ട് കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. തക്ക സമയത്ത് ദൈവം നൽകും. വളരെ പ്രതീകാത്മകമായിട്ടുള്ള വാക്കുകളാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവം കൊടുത്ത വാഗ്ദാനത്തിൻ്റെ പുത്രനാണ് ഇസഹാക്ക്. തക്ക സമയം, അത് ദൈവത്തിൻ്റെ നിയോഗമാണ്. ഈ കുഞ്ഞിനെ എനിക്ക് തരാൻ നിശ്ചയിച്ച ദൈവത്തിന് ഈ കുഞ്ഞിനെ എന്നിൽ നിന്ന് തിരിച്ചു ചോദിക്കാനും അവകാശമുണ്ട്. നിങ്ങൾ ദുഃഖവെള്ളിയാഴ്ച കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ പ്രാർത്ഥനാപൂർവം ചിന്തിക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്. ദുഃഖവെള്ളിയാഴ്ച നമ്മളെ പഠിപ്പിക്കുന്നത് കീഴടങ്ങാനുള്ള പാഠമാണ്. കീഴടങ്ങുക. പിതാവേ, ഇത് അസാധ്യമാണ്, ഇത് മനുഷ്യബുദ്ധിക്ക് സാധിക്കാത്തതാണ്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീ എടുത്തു മാറ്റണമേ. പക്ഷെ എന്നിട്ട് കർത്താവ് കൂട്ടിച്ചേർത്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു, എൻ്റെ ഇഷ്ടമല്ല പിതാവേ, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. അബ്രഹാമിൻ്റെ ഏകജാതൻ ഇസഹാക്കിനെ ബലി കഴിക്കാൻ അബ്രഹാം കൊണ്ടുചെന്നപ്പോൾ കുഞ്ഞിനെ കല്ലിൽ കിടത്തി ബലിപീഠത്തിന് ബലിയർപ്പിക്കാൻ വാളെടുത്തപ്പോൾ ദൈവമായി യഹോവ ഇടപെട്ടിട്ട് പറഞ്ഞു, അബ്രഹാം, അരുത്, നീ അരുത്. ആ മുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന കുഞ്ഞാടിനെ എടുത്ത് നീ ബലിയർപ്പിക്കുക. അബ്രഹാം പൂർത്തിയാക്കാൻ നിയോഗിക്കപ്പെട്ട ബലി അബ്രഹാമിന് പകരം പിതാവായ ദൈവം തൻ്റെ പുത്രനെ നൽകിക്കൊണ്ട് പൂർത്തിയാക്കിയതാണ് ദുഃഖവെള്ളിയാഴ്ച. ദുഃഖവെള്ളിയാഴ്ചയുടെ അർത്ഥം അതാണ്. ദൈവത്തിനൊന്നും അസാധ്യമല്ല. മറിയം മംഗളവാർത്ത സ്വീകരിച്ചപ്പോൾ മറിയം ചോദിച്ചത് എങ്ങനെയാ സംഭവിക്കുക? മാലാഖ കൊടുത്ത മറുപടി എന്താണ്? ദൈവത്തിനൊന്നും അസാധ്യമല്ല. മറിയം ഗർഭവതിയായി. ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെട്ടിട്ടില്ല. യൗസേപ്പ് മറിയത്തെ ഉപേക്ഷിക്കാൻ തയ്യാറായപ്പോൾ മാലാഖ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, യൗസേപ്പേ, നീ മറിയത്തെ ഉപേക്ഷിക്കരുത്. അവൾ ഗർഭവതിയായിരിക്കുന്നത് ദൈവത്തിൻ്റെ നിയോഗപ്രകാരമാണ്. നിദ്രയിൽ നിന്ന് ഉണർന്ന യൗസേപ്പ് ബുദ്ധിക്ക് അവസരം കൊടുക്കാതെ ദൈവത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങി. യൗസേപ്പ് നിദ്രയിൽ നിന്ന് ഉണർന്ന് മറിയത്തെ സ്വീകരിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, ദുഃഖവെള്ളിയാഴ്ച നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ എക്സസൈസ് ബുക്കാണ്. ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ കടന്നു പോകേണ്ട വലിയ പ്രതിസന്ധികളുണ്ട്. ഞാനും നിങ്ങളും മോറിയ മലയിലേക്കുള്ള യാത്രയിലാണ്. ഇഷ്ടപ്പെട്ട പലതും നമുക്ക് നഷ്ടപ്പെടേണ്ടി വരും. നമ്മൾ ആഗ്രഹിച്ചത് പലതും നമുക്ക് സാധിക്കാതെ വരും. ഇവിടെയാണ് വാഗ്ദാനത്തിൻ്റെ പുത്രൻ ജനിക്കുന്നത്. ദ സൺ ഓഫ് ദ പ്രോമിസ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അതാണ് മക്കളെ സംഭവിക്കുന്നത്. ദൈവം നമുക്ക് കുറിച്ച വഴികൾ, ആ വഴികൾ കാനാൻ ദേശത്തേക്കുള്ള പ്രത്യാശാനിർഭരമായ വഴികളല്ല, ഗാഗുൽത്തായിലേക്ക് കർത്താവ് കുരിശെടുത്ത് കയറിയ വഴികളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ദുഃഖവെള്ളിയാഴ്ച
നൽകുന്ന വലിയ പാഠമെന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് കീഴടങ്ങാൻ പഠിക്കുക. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് കീഴടങ്ങാൻ പഠിക്കുക. കർത്താവിനെ ഓശാന പാടിയ ജനക്കൂട്ടം. പക്ഷെ നിങ്ങൾ കർത്താവ് മരിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ ചുറ്റും നിങ്ങൾ നോക്കിയോ? പട്ടാളക്കാരെ, കാവൽ നിന്നവരാ. കർത്താവിന് അവശേഷിച്ചത് 3 പേരാണ്. ഒന്ന് യോഹന്നാൻ, കർത്താവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ശിഷ്യൻ, കർത്താവിൻ്റെ മാറിൽ ചാരിക്കിടന്നുകൊണ്ട് പെസഹ ഭക്ഷിച്ച യോഹന്നാൻ. 2 അമ്മ മറിയം. 3 മഗ്ദലയിലെ പാപിനിയായ മറിയം. അവരുടെ 3 പേരുടെയും സാന്നിധ്യത്തിലാണ് കർത്താവ് ഈ ലോകത്തോട് യാത്ര പറയുന്നത്. ഒന്നിപ്പിൻ്റെ കൂദാശയാണ് ശിഷ്യത്വം. ഒരുമയുടെ കൂദാശയാണ് നമ്മുടെ വിളിയുടെ ചക്രവാളം. കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ 3-ാമത്തെ വചനം ഇതാണ്: ഇതാ നിൻ്റെ മകൻ, ഇതാ നിൻ്റെ അമ്മ. നമ്മുടെ ക്രൈസ്തവ കത്തോലിക്ക വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി നമുക്കൊരമ്മയുണ്ടെന്നുള്ളതാ. നമുക്കൊരമ്മയുണ്ടെന്നുള്ളതാ. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മെസ്സേജ് ഓഫ് അവർ ഫെയ്ത്ത്. കർത്താവ് മരിക്കുന്നതിന് മുമ്പ് യോഹന്നാനെ, ഇതാ നിനക്കൊരമ്മ, അമ്മേ ഇതാ നിനക്ക് യോഹന്നാൻ. നമ്മുടെ കത്തോലിക്ക വൈദികരൊക്കെ ബ്രഹ്മചാരികളാ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പട്ടം കൊടുക്കുമ്പോൾ നവവൈദ്യരോട് പറയാറുണ്ട്, മോനെ നീ ചെറുപ്പമാണ്, നിന്റെ ആഗ്രഹങ്ങൾ കർട്ടൻ പൊട്ടിച്ച് ആരംഭിക്കുന്ന കാലഘട്ട. പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കണം. വൈദിക ബ്രഹ്മചര്യം മനുഷ്യൻ്റെ ശക്തി കൊണ്ട് നിറവേറ്റപ്പെടുന്ന ഒന്നാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് ദൈവത്തിൻ്റെ ഇടപെടൽ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ. അതുകൊണ്ടാണ് അവിവാഹിതനായ യോഹന്നാനെ അമ്മയ്ക്കേൽപ്പിക്കുകയാണ്. അമ്മേ ഇതാ നിൻ്റെ മകൻ. യോഹന്നാനെ ഇതാ നിൻ്റെ അമ്മ. നമ്മുടെ വൈദികർക്കൊക്കെ വേണ്ടി, നമ്മുടെ സന്യസ്തർക്ക് വേണ്ടി അവരുടെ ബ്രഹ്മചര്യത്തിൽ ജീവിക്കാൻ നിങ്ങൾ ഈശോയോട് ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം. പിതാവേ, നീ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? കർത്താവിൻ്റെ കണ്ണുനീരിൻ്റെ വാക്കുകളാണ്. എനിക്ക് തോന്നുന്ന നിങ്ങളും ഞാനൊക്കെ വല്ലപ്പോഴും പറയാറുണ്ട്. ഞാൻ പറയാറുണ്ട്, പറ്റാണ്ടാകുമ്പോൾ, നമുക്ക് കയറാൻ സാധിക്കാതെ വരുമ്പോൾ, നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വരുമ്പോൾ ഞാൻ ചിലപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്, കർത്താവേ നീ എന്നെ ഉപേക്ഷിച്ചുവോ? നീ എന്തുകൊണ്ട് എന്നെ മറന്നുപോയി? ഞാനൊരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. നിങ്ങളെ തമ്പുരാൻ ഒരു ദൗത്യമേൽപ്പിക്കുമ്പോൾ അത് എത്ര ക്ലേശകരമാണെങ്കിലും, എത്ര സംഘർഷപൂർണമാണെങ്കിലും, എത്ര വേദനാജനകമാണെങ്കിലും, നിങ്ങൾക്കതേൽപ്പിക്കുമ്പോൾ കർത്താവ് നിങ്ങളെ ചേർത്ത് പിടിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്: യു ആർ നോട്ട് അലോൺ ബട്ട് വി ആർ ടുഗദർ. നീ ഒറ്റയ്ക്കല്ല മകനെ, നമ്മൾ ഒന്നിച്ചാണ്. ഞാൻ ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്, ഭാര്യാഭർത്തൃ ബന്ധം പൊട്ടിത്തകരാറാകുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിതത്തെ കെട്ടുന്ന ചരട് കർത്താവാണ്. നിങ്ങൾ വേർതിരിയുമ്പോൾ നിങ്ങൾ പുറത്താക്കുന്നത് കർത്താവിനെയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രതിസന്ധികൾ, നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ സങ്കടങ്ങളും സംഘർഷങ്ങളും അതൊക്കെ നമുക്ക് പരിഹരിക്കണമെങ്കിൽ കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പിതാവേ, നീ എന്തുകൊണ്ട്
എന്നെ ഉപേക്ഷിക്കുന്നു. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല, നിന്റെ കൂടാതെ എനിക്ക് സാധ്യമല്ല. കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ 5-ാമത്തെ വചനമുണ്ട്. മനോഹരമായിട്ടുള്ളൊരു വചനമാണത്. എനിക്ക് ദാഹിക്കുന്നു. ഐ തേഴ്സ്റ്റ്. എനിക്ക് ദാഹിക്കുന്നു. ഞാൻ ഭാര്യ ഭർത്താക്കന്മാരോടും മാതാപിതാക്കളോടും നമ്മുടെ സഹോദരങ്ങളോടൊക്കെ പറയാൻ ആഗ്രഹമുണ്ട്, നമുക്ക് മറ്റുള്ളവരോട് ഒരു ദാഹമുണ്ടാകണം. ഭാര്യയോട് ഭർത്താവിനും, ഭർത്താവിന് ഭാര്യയോടും, മാതാപിതാക്കൾക്ക് മക്കളോട്, മക്കൾക്ക് മാതാപിതാക്കളോട്. ഐ തേഴ്സ്റ്റ്. എത്ര മനോഹരമാണത്. നമ്മുടെ ദാഹം ശമിക്കുന്നു, അത് നമ്മുടെ മരണത്തിലാണ്. അതുകൊണ്ടാണ് ഒരു വടിയിലെ നീർപ്പഞ്ഞിയിലെ ചൊറുക്ക മുക്കി അവൻ്റെ ചുണ്ടിൽ വെച്ചു. യഹൂദ നിയമം അനുസരിച്ച് മരിക്കുന്നവൻ വെള്ളം ചോദിച്ചാൽ വെള്ളം കൊടുക്കണം. കർത്താവ് ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വെള്ളത്തിനു പകരം ശത്രുക്കൾ കർത്താവിൻ്റെ ചുണ്ടിലേക്ക് വെച്ചത് ചൊറുക്കയാണ്. പക്ഷെ കർത്താവ് അത് രുചിച്ച് നോക്കി, എന്നിട്ട് പറഞ്ഞു, പിതാവേ, എല്ലാം പൂർത്തിയായി, എല്ലാം പൂർത്തിയായി. ജീവിതം ലോട്ടറി അടിക്കുന്നതാണെന്ന് ആരും കരുതരുത്. ലോട്ടറി അടിക്കുന്നതാണ് ജീവിതമെന്ന് ആരും കരുതരുത്. വല്ലപ്പോഴൊക്കെ ലോട്ടറി കിട്ടിയാൽ നല്ലതാണ്, പക്ഷെ എന്നും ലോട്ടറി അടിക്കാൻ സാധിക്കില്ല. കുരിശിൽ മരിച്ചവർക്ക് മാത്രമേ ഉത്ഥാനത്തിൻ്റെ സന്തോഷത്തിൽ പങ്കെടുക്കാൻ അവകാശമുള്ളൂ. കുരിശിൽ മരിച്ചവർക്ക് മാത്രമേ ഉത്ഥാനത്തിൻ്റെ സന്തോഷത്തിൽ കൂട്ടുപങ്കാളിത്തമുള്ളൂ. അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ മുൻപിൽ പറയണം, എല്ലാം പൂർത്തിയായി കർത്താവേ, നീ ഏൽപ്പിച്ചത്, നീ എനിക്ക് തന്ന ജീവിത പങ്കാളി ഞാൻ ആഗ്രഹിച്ചതുപോലെയല്ല, നീ എനിക്ക് തന്ന മാതാപിതാക്കൾ ഞാൻ ആഗ്രഹിച്ചതുപോലെയല്ല, നീ എനിക്ക് തന്ന മക്കള് ഞാൻ ആഗ്രഹിച്ചതുപോലെയല്ല. ഞാൻ ആഫ്രിക്കയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു കുടുംബത്തെ കണ്ടുമുട്ടി. എന്നെ അത്ഭുതപ്പെടുത്തി. അവർക്ക് 4 മക്കളുണ്ട്. 3 മക്കളും മെൻ്റലി ചലഞ്ചഡാണ്. പക്ഷെ 4-ാമത്തെ കൊച്ചെ ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ബുദ്ധിയാണ്. ഞാൻ അവരോട് ചോദിച്ചു, ഈ 3 പേരും നിങ്ങൾക്ക് ചുമക്കാൻ പറ്റുന്നതിനേക്കാൾ വലിയ കുരിശായിപ്പോൾ നിങ്ങൾ വേണ്ടെന്ന് വെക്കാമായിരുന്നില്ലേ? അപ്പം അവർ പറഞ്ഞു, ഇല്ല ഇല്ല, ഞങ്ങൾ വീണ്ടും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ 4-ാമത്തവൻ എക്സ്ട്രാഡിനറിലി ബ്രൈറ്റ്, ബ്രില്യൻറ്റ്, ടാലൻറ്റഡ്. എല്ലാം നല്ലതാണ്. നമ്മളിതൊക്കെ വെള്ളിയാഴ്ച ഇന്ന് കയ്പ് നീര് കുടിക്കും. എല്ലാ പള്ളികളിലും ഈ തിരുക്കർമ്മങ്ങൾ കഴിയുമ്പോൾ കയ്പ് നീര് കുടിക്കും. ആ കയ്പ് പ്രസവവേദനയുടെ ആരംഭമാണ്. കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ പ്രസവവേദനയാണ് കയ്പ് നീര്. അതുകൊണ്ട് സന്തോഷത്തോടുകൂടെ നമുക്ക് കർത്താവിനോട് പറയാൻ സാധിക്കട്ടെ, പിതാവേ, എല്ലാം പൂർത്തിയായി, നീ എന്നെ ഏൽപ്പിച്ചതെല്ലാം പൂർത്തിയായി. കർത്താവ് മരിക്കുന്നതിന് മുൻപ് അവസാനം പറഞ്ഞ പ്രാർത്ഥന എന്താണെന്നറിയാമോ? മരിക്കുന്നതിന് മുൻപ് കർത്താവ് അവസാനമായിട്ട് പ്രാർത്ഥിച്ചു, കർത്താവേ, എല്ലാം പൂർത്തിയായി, എല്ലാം പൂർത്തിയായി. നമ്മൾ പരീക്ഷ എഴുതുന്ന സമയത്ത് മണിയടിക്കാനുള്ള സമയം അടുക്കുമ്പോൾ എഴുത്തിൻ്റെ സ്പീഡ് കൂടും. കാരണം മണിയടിച്ചാൽ പേന പിടിച്ചു മാറ്റും, കടലാസ് വാങ്ങിച്ചെടുക്കും, നമ്മുടെ സമയം കഴിഞ്ഞു. ഞാൻ നിങ്ങളോടെല്ലാം പറയുന്നു, കർത്താവിൻ്റെ മരണത്തിൻ്റെ ഓർമ്മ കൊണ്ടാടുമ്പോൾ, കർത്താവിൻ്റെ മരണത്തിൽ ഞാനും നിങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ കൂട്ടുപങ്കാളികളായി പോകുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കട്ടെ, എല്ലാം പൂർത്തിയായി. പിതാവേ, നിൻ്റെ കരങ്ങളിൽ ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു. നിങ്ങൾക്കറിയാം, ചരിത്രത്തിൽ ഒരിക്കലും മറക്കാനോ മായ്ക്കാനോ പറ്റാത്ത ഒരു വിശുദ്ധനാണ് അസീസിലെ ഫ്രാൻസിസ്. അസീസിലെ ഫ്രാൻസിസ് ധനാഢ്യനായ ബെർണാഡിൻ്റെ മകനാണ്.
അപ്പന് മകനെക്കുറിച്ച് വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു. ആദ്യം താന്തോന്നിയായിട്ട് നടന്നപ്പോൾ അപ്പൻ വിചാരിച്ചു പക്വത വരുമ്പോൾ ശരിയാകുമെന്ന്. അപ്പൻ്റെ പണം ഒരുപാട് ദുർവ്യയം ചെയ്തു. അവസാനം അമ്മയുടെ കണ്ണുനീരിൽ അവൻ കഴുകപ്പെട്ടു. അസീസിലെ ഫ്രാൻസിസ് പറയുന്നത്, എന്നെ മാമുദീസ മുക്കിയത് എൻ്റെ അമ്മയുടെ കണ്ണുനീരിലാണ്. അമ്മ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അവസാനം ഫ്രാൻസിസ് എല്ലാവരാലും കളിയാക്കപ്പെട്ട്, എല്ലാവരാലും പരിഹസിക്കപ്പെട്ട്, ഭ്രാന്തനായിട്ട് പരിഗണിക്കപ്പെട്ട് നടക്കുന്ന സമയത്ത് അസീസിലെ ഫ്രാൻസിസ് കർത്താവിൻ്റെ കുരിശിൻ്റെ താഴെ നിന്നുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിന്റെ കുരിശിനെ ഞാൻ സ്നേഹിച്ചതുകൊണ്ട് നീ എനിക്ക് തന്ന ഈ സംഘർഷങ്ങൾ, ഈ സങ്കടങ്ങൾ, ഈ വേവലാതികൾ, ഈ വേദനകൾ, ഈ മുറിവുകൾ കർത്താവേ എന്നാണ് തീരുക? ആ സമയത്ത് കർത്താവ് കുരിശിൽ നിന്ന് വലതുകരം വിടർത്തി അസീസിലെ ഫ്രാൻസിസിനെ ചേർത്ത് വിടും. നിങ്ങൾ ആ പടം കണ്ടിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, യു ആർ മൈൻ. യുവർ ഐഡൻറ്റിറ്റി ഈസ് ഐഡൻറ്റിഫിക്കേഷൻ ടു ദ ക്രൂസിഫൈഡ്. നിന്റെ അസ്തിത്വം കർത്താവിൻ്റെ കുരിശിനോട് ചേരുന്നതാണ്. ഞാൻ ഈ ദുഃഖ വെള്ളിയാഴ്ചയിലെ സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളോട് പറയും, അസീസിലെ ഫ്രാൻസിസിൻ്റെ പ്രാർത്ഥന നമുക്ക് ഉയർപ്പിൻ്റെ സന്ദേശമാകട്ടെ. കർത്താവേ, എന്നെ നിൻ്റെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കണമേ. നമ്മളായിരിക്കുന്നിടത്ത് എല്ലായിടത്തും സന്തോഷമുള്ള, സമാധാനം നൽകുന്ന, കർത്താവിൻ്റെ സ്വസ്ഥത നൽകുന്ന ഉപാധികളും ഉപകരണങ്ങളുമായിട്ട് മാറാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ അതിരൂപതയ്ക്ക് വേണ്ടി ഈ ദിവസം നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. നമ്മുടെ അതിരൂപത ഏറ്റവും വലിയ രൂപതയാണ്, ഏറ്റവും നല്ല രൂപതയാണ്. എല്ലാം ചിട്ടയായും ക്രമമായും ഭംഗിയായിട്ടും നിർവഹിക്കപ്പെടാൻ കർത്താവ് തന്നെ ഇടപെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ വൈദികർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മുടെ എല്ലാ സമർപ്പിതരെയും കർത്താവിനോട് ചേർത്ത് പിടിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കണം. ഇന്നൊരു പ്രാർത്ഥനയുടെ ദിവസമാക്കി മാറ്റണം. കർത്താവിൻ്റെ കുരിശിൻ്റെ താഴെ സ്വസ്ഥമായിട്ടിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവേ, നിൻ്റെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കി ഞങ്ങളെ മാറ്റണമേ. വരാൻ പോകുന്ന ഈസ്റ്ററിൻ്റെ മംഗളങ്ങളും കൂടെ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും മുൻകൂട്ടി ആശംസിക്കുന്നു. ദൈവം ഉത്ഥാനത്തിൽ നൽകുന്ന സമാധാനവും സന്തോഷവും നിങ്ങൾക്കും കുടുംബങ്ങൾക്കും നമ്മുടെ രൂപത മുഴുവനും ഉണ്ടാകുമാറാകട്ടെ. ആമീൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.